ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പ്രോബയോട്ടിക് ഡ്രിങ്കാണ് പരിചയപ്പെടുത്തുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞത് സോർക്രട്ട് വിദേശിയാണെങ്കിൽ ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് കേട്ടോ. നോർത്ത് ഇന്ത്യക്കാരൊക്കെ പണ്ട് മുതലേ സ്ഥിരമായിട്ട് അവർ കഴിച്ചിരുന്ന ഒരു ഐറ്റമാണിത്. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ മുമ്പൊരിക്കലും ഉണ്ടാക്കി കഴിച്ചതാണ്. ഈയിടെയായിട്ട് ഇതിൻ്റെ ഒരു ഗുണഗണങ്ങൾ കൂടുതലായിട്ട് അറിഞ്ഞു. ഹൃദയത്തിൻ്റെ പേശികൾക്കൊക്കെ നല്ലതാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഒന്നുകൂടെ ഉണ്ടാക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി വന്നു. അങ്ങനെ ഞാനിത് ഉണ്ടാക്കിയിട്ടുണ്ട്. കാഞ്ചി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? കഞ്ഞിയല്ല കേട്ടോ, കാഞ്ചി. ഇഞ്ചി കൂടെ ചേർത്തിട്ടുള്ള ബീട്രൂട്ടിനെ ഉപ്പിലിട്ടെടുത്തിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. വെറും ഡ്രിങ്കല്ല, പ്രോബയോട്ടിക് ഹെൽത്തി ഡ്രിങ്കാണ്. പ്രഷർ നിയന്ത്രിക്കാനും എനർജി ബൂസ്റ്റ് ചെയ്യാനും കരൾ ശുദ്ധീകരിക്കാനും ബീട്രൂട്ട് സഹായിക്കുമ്പോൾ ഇതിനകത്തെ ഇഞ്ചി ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും നല്ല ദഹനത്തിനും സഹായിക്കുന്നു. പുളിപ്പിച്ചെടുക്കുന്നതിലൂടെ കിട്ടുന്ന നല്ല ബാക്ടീരിയ സ്കിൻ ഗ്ലോ ചെയ്യാനും കുടലിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. ദിവസവും ഒരു ചെറിയ ഗ്ലാസ് വീതം ഈ നാച്ചുറൽ പ്രോബയോട്ടിക് ഡ്രിങ്ക് കുടിച്ചാൽ മതി. മിഡ് മോർണിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമോ ഒക്കെയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബീട്രൂട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ ചതുര കഷ്ണങ്ങളാക്കി എടുത്തത് ഒരു കഴുകി ഉണക്കി തുടച്ചെടുത്ത ഒരു ഗ്ലാസ് ജാറിനകത്തേക്കാണ് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നത്. ഒരു അരപ്പാത്രത്തോളം ഇട്ട് കൊടുത്തതിന് ശേഷം വലിയൊരു ക്യാരറ്റ് കൂടെ നുറുക്കിയെടുത്തത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി 1-1.5 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചെറുതാക്കി മുറിച്ചെടുത്തത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വട്ടത്തിലോ ഷ്രെഡ് ചെയ്തിട്ടോ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ബേ ലീഫോ പട്ടയോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒതൻറ്റിക്കായിട്ട് കടുക് പൊടിച്ചതാണ് ചേർക്കാറുള്ളത്. അപ്പോൾ ഇനി ഉപ്പും കുറച്ച് കടുക് പൊടിച്ചെടുത്തതും കൂടെ ചേർക്കണം. പിന്നെ തിളച്ച ആറിയ വെള്ളമാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂണോളം കണക്കാക്കിയിട്ട് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കടുക് പൊടിക്കാൻ വേണ്ടിയിട്ട് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻ്റ് ഒന്നും കയ്യിലില്ലാത്തത് കൊണ്ട് ഞാൻ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇടിക്കല്ലുണ്ടെന്നുണ്ടെങ്കിൽ കടുക് പുറത്തെറിക്കാതെ ഒന്ന് ചതച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഈ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത കടുകിനെ കൂടെ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആകെ 3 പാത്രങ്ങളിലാക്കിയിട്ട് നിറച്ച് വെച്ചിട്ടുണ്ട്. എല്ലാത്തിലേക്കും കടുകും ഉപ്പും വെള്ളവും ഒരുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അടച്ച് വെക്കണം. ഇനി നല്ല ചൂട് കാലാവസ്ഥയിലാണെങ്കിൽ 3 ദിവസം വരെ പെർമനൻറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. എല്ലാ ദിവസവും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ടൈറ്റ് ചെയ്ത് അടയ്ക്കേണ്ടതില്ല. ഒരു നല്ലൊരു കോട്ടൺ ക്ലോത്ത് കൊണ്ട് റബ്ബർ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇതിൻ്റെ അടപ്പ് തന്നെ ലൂസായിട്ട് പ്രഷറും എയറൊക്കെ പുറത്തേക്ക് റിലീസാകാൻ വേണ്ടിയിട്ടുള്ളൊരു ഗ്യാപ്പ് വേണം. അതിന് വേണ്ടിയിട്ടാണ് ലൂസായിട്ട് അടച്ചു കൊടുക്കുന്നത്. 3 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ വെള്ളം മാത്രം മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചെടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. ആ ഒരു പാനീയമാണ് നമ്മുടെ ഹെൽത്തി പ്രോബയോട്ടിക് ഡ്രിങ്കായിട്ട് നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നത്. ബാക്കി കഷ്ണങ്ങൾ നമുക്ക് സലാഡിലേക്കൊക്കെ പിക്കിളായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മൾ നോർമലി കേരള സ്റ്റൈലിൽ അച്ചാറിടുമല്ലോ, അതേപോലെ ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതിന് ശേഷം അച്ചാറാക്കിയിട്ടും ഉപയോഗിക്കാം. 3 ദിവസം കഴിഞ്ഞ് അരിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയൊരു ഗ്ലാസ്സിൽ പകുതിയൊക്കെ ഡെയിലി കഴിച്ചാൽ മതി. നൈട്രേറ്റ് റിച്ച് ആയിട്ടുള്ള ബീട്രൂട്ട് ദിവസവും കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്, പ്രത്യേകിച്ച് ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് എന്നറിഞ്ഞപ്പോഴാണ് ഇത് വീണ്ടും തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്വര വന്നത് കേട്ടോ. ലോ കോസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫുഡാണ്, സൂപ്പർ ഫുഡാണിത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ നോക്കണം കേട്ടോ.